22 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കിയാൽ നമ്മൾ എ സിയിലെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 2.3 kilovolt to a step down transformer with its primary winding having 3000 turns. The output power is delivered at 230 volt by the transformer. The current in the primary of transformer is 5 ampere and its efficiency is 90%. The winding of transformer is made of copper. The output current of transformer is dash ampere എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനിവേ എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നോക്കേ. എ പവർ ട്രാൻസ്മിഷൻ ലൈൻസ് ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 2.3 kilovolt ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ പവർ കൊടുക്കുകയാണ്. എത്ര വോൾട്ടേജാണ് കൊടുക്കുന്നത്? 2.3 kilovolt. എവിടെയാണ് നമ്മൾ കൊടുക്കുക? പ്രൈമറിയിലാണ് നമ്മൾ കൊടുക്കുക അല്ലേ? അപ്പോൾ പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആണ് അവർ പറയുന്നത് 2.3 kilovolt ആണ് ഇൻറ്റു 10⁻³ volt ആണ്. ഓക്കെ, ഔട്ട്പുട്ട് പവർ ഈസ് ഡെലിവേർഡ് അറ്റ് 230 volt ബൈ ദ ട്രാൻസ്ഫോമർ അല്ലേ? അപ്പോൾ ട്രാൻസ്ഫോമർ അല്ലേ ഔട്ട്പുട്ട് കൊടുക്കുകയാണ് അല്ലേ? എവിടെയാണ് കൊടുക്കുക? സെക്കൻഡറി എന്നാണ് കിട്ടുക അല്ലേ ഔട്ട്പുട്ട്. ആ സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? 230 volt ആണ്. ഓക്കെ, പ്രൈമറിയിലുള്ള കറണ്ട് ഇൻ ദ പ്രൈമറി ഓഫ് ട്രാൻസ്ഫോമർ ഈസ് 5 ampere അല്ലേ? ദാറ്റ് മീൻസ് പ്രൈമറി കറണ്ട് IP എന്ന് പറയുന്നത് 5 ampere ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 90%, 90/100 ആണ്. അങ്ങനെയാണെങ്കിൽ IS എത്ര അല്ലേ? ഇവിടെ നോക്ക്, VS VP IP ഈറ്റ തന്നിട്ടുണ്ട്, IS കാണണം. അങ്ങനെയാണെങ്കിൽ ആ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ അങ്ങ് എടുത്താൽ പോരെ. എന്താണ് നമ്മൾ എഫിഷ്യൻസി പഠിച്ചത്? എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ് അല്ലേ? അതായത് VS IS ഡിവൈഡ് ബൈ VP IP. ഈ എഫിഷ്യൻസി നമുക്ക് 90/100 തന്നിട്ടുണ്ട്. ആ VS 230 ആണ്. IS ആണ് നമുക്ക് കാണേണ്ടത്. ആ VP എന്ന് പറയുന്നത് 2.3 × 10⁻³ ആണ്. IP 5 ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ ക്യാൻസൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാം അല്ലെ? എന്നിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഇത് ഞാനിതാ 2.3 ഇവിടെ കട്ട് ചെയ്താൽ എനിക്ക് 100 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി നോക്ക്, ഇതാ ഇവിടെ ഒരു 1000 ഉണ്ട് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു ഈ 100 ഇത് 1000 കട്ട് ചെയ്താൽ 10 വന്നു അല്ലേ? സോ 90 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു IS ഡിവൈഡ് ബൈ 50 എന്നാണ് വരിക അല്ലേ? ഈ 0 കട്ട് ചെയ്തു പോയി, ഈ 0 കട്ട് ചെയ്തു പോയി. സോ IS ഡിവൈഡഡ് ബൈ 5 അല്ലേ? സോ IS ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 9 ആണ്. ഓർ IS ഈസ് ഈക്വൽ ടു 9 × 5 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 45 ampere എന്ന് ആൻസർ വരും. സോ നമ്മുടെ ആൻസർ വരുന്നത് 45 ampere എന്നാണ്.